പെട്ടെന്നാണ് സബ്സ്ക്രിപ്ഷൻ കൂടുന്നത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇപ്പൊ എല്ലാവർക്കും അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പലരും പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഇത് പറ്റൂ. ഇത് കൊള്ളാമല്ലോ, നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. എത്രയോ പുരുഷന്മാർക്കുണ്ട് 50-60 സബ്സ്ക്രൈബേഴ്സ്. ഇപ്പൊ ഇത്രയും കൗണ്ട് ഇല്ലെങ്കിലും ഞാനും തുടങ്ങിയ സമയത്ത് 50-60 വരുന്നു, അല്ലാതെ ഒറ്റയടിക്ക് 30,000-ലേക്ക് വന്നതല്ല. തുടങ്ങിയപ്പോ ആദ്യം 1 സബ്സ്ക്രൈബർ ആയിരുന്നു, പിന്നെ അത് 2 ആയി 3 ആയി. ഒരു വല്ലാത്ത കൊടുപ്പ് തന്നെ. എന്തൊരു സാക്ഷര കേരളം. അപ്പൊ അങ്ങനെയാണ്. അപ്പം ഈ പുരുഷന്മാർക്കും തുടങ്ങാം, ഈ പുരുഷന്മാർക്കും തുടങ്ങാം. എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? അവർക്കും അതില് എന്താണോ നിങ്ങൾക്ക് കഴിവുള്ളത് ആ കഴിവ് നിങ്ങൾക്ക് അതിൽ ഇട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൗണ്ട് ഇൻക്രീസ് ചെയ്യാം. இதுவும் உங்களுக்கு ஒரே பிராண்ட். അപ്പൊ എനിക്ക് അങ്ങനെ വന്നൊരു ഫീച്ചർ ഞാനത് യൂസ് ചെയ്യേണ്ടുന്ന രീതിക്ക് യൂസ് ചെയ്ത് ഞാനത് അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഈ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ ഒരുപാട് മീംസും ഫണ്ണും കോമഡിയൊക്കെ ഞാൻ കണ്ടു. അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല കിട്ടുന്നേ. മനസ്സിലാവണമെങ്കിൽ തറവാട്ടി ജനിക്കണം. കേരളത്തിലെ ജിമ്മൻ ചേട്ടന്മാര് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ അവര് ഷെട്ടിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഇടുന്നില്ലേ? വേണ്ട ഇവനെ വിട്ടുകളി. അവര് അവരുടെ മസിൽ അവരുടെ ചെസ്റ്റ് കാണിക്കുന്നില്ലേ, അവര് തൈസ് കാണിക്കുന്നില്ലേ? ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ ബോധമില്ലാത്ത സ്ത്രീ. അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ജിമ്മന്മാരുണ്ട്. അതെ, വരുന്നോ? ഞാനെന്തിനാ വരുന്നത്? ചെരക്കാൻ കിട്ടിയ കാശിന് നക്കിയിട്ട് വീട്ടിൽ പോയിക്കോണം. അപ്പൊ അതും ചർച്ച ചെയ്യണം, ഇത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. ഇനി ഈ വക സെറ്റപ്പുകൾ കിട്ടാനുണ്ടാവും. ഇനി ഒരു മഞ്ജു, പിന്നെ ഒരു ഷാരനുണ്ട്, പിന്നെ അല്ലെ സ്ത്രീകളെ മാത്രം നിങ്ങൾ അങ്ങനെ അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? നിന്റെ ഈ നഗ്നത വീക്ക്നെസ് അങ്ങ് ഇരിഞ്ഞാലെ കൂടെ കൊണ്ട് തീർത്താ മതി. സ്ത്രീ ശരീരത്തിലെ ഒരു പ്രോഡക്റ്റ് ആക്കിയാണ് അത്. നമ്മളൊന്നും അല്ല, കാലാകാലങ്ങളായിട്ട് ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അങ്ങനെയുണ്ട്. അതെന്തിനാ? പ്രോട്ടീൻ പൗഡർ നമുക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുന്നത്? അതിപ്പോ ലേഡീസിനെ ആണെങ്കിലും ജെന്റ്സിനെ ആണെങ്കിലും അവരുടെ ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവര് അത് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തള്ള എന്താണ് പറയുന്നത്? അപ്പോൾ അതങ്ങനെയാണ്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ സെക്ഷലൈസ് ചെയ്ത് കാണുന്ന നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. ആദ്യം നീ പഠിക്കണം പെണ്ണിന്റെ മാന്യത മര്യാദ മാനേഴ്സ് ഒക്കെ. ഒരാളുടെ കോൺഫിഡൻസ് ആണ്, അവരുടെ ശരീരം അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടുന്നത്. അത് ഗംഭീരമാക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം.